ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഒരു ഹീറോ ഹോണ്ട CDHundred SS 25 വർഷം ഓൾഡായിട്ടുള്ളൊരു ബൈക്കിൻ്റെ കുറേ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ വണ്ടി 1999 മോഡല് CDHundred SS ആണ്, ഹീറോ ഹോണ്ടയുടെ. ഈ ഹീറോ ഹോണ്ട CDHundred SS എന്നൊക്കെ പറയുമ്പം 1991 തൊട്ടെങ്ങാണ്ടാട്ടോ ഈ വണ്ടി ഡെലിവറി അയക്കുന്നത്. എങ്ങാണ്ട് 2002 വരെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പ് 1985 CDHundred എന്നും പറഞ്ഞ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിക്ക് എന്തൊക്കെയോ ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്ഡേറ്റ് ആയിട്ട് വന്നതാണ് ഈ CDHundred SS. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 60 കിലോമീറ്റർ മേളിലൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 90കളിലൊക്കെ അന്നത്തെ ഫ്രീക്കന്മാരൊക്കെ തകർത്തുകൊണ്ടിരുന്നൊരു വണ്ടിയാണ്. അന്നത്തെ കോളേജ് ക്യാമ്പസുകളിൽ കൂടെയൊക്കെ തകർത്ത് കൊണ്ടുനടന്നിരുന്നൊരു മുതലാണ് ഈ മാക്സ് ഹൺഡ്രഡ്, CDHundred SS, RX100 ഈ ഐറ്റം വണ്ടികളൊക്കെ. അപ്പം നമ്മുടെ കയ്യിലും മുതലൊരെണ്ണം ഉണ്ട്. അപ്പോൾ അത് നിങ്ങളെ കൂടെയൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. നമ്മുടെ വണ്ടി ഇരിക്കണേ കേട്ടോ, ഏകദേശം 9 മാസമായി വണ്ടി കയറിയിരിക്കണം. നമുക്ക് ഈ ബൈക്കിൻ്റെ ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി നമ്മളങ്ങനെ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി ഒന്ന് പുറത്തിറക്കിയിട്ട് കുറേ പരിപാടി ഉണ്ട്. ഫ്രണ്ട് വീലൊക്കെ പഞ്ചറാണ്. വണ്ടി പുറത്തിറക്കുമ്പോഴാണ് ചങ്ക് തകരാൻ പോണേ. നിക്കിലും ഭാഗങ്ങളൊക്കെ തുരുമ്പ് കയറി തൊലഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുന്ന് പതുക്കെ വണ്ടി പുറത്തേക്ക് ഇറക്കാം കേട്ടോ. നമുക്ക് ഈ വണ്ടി ഓടിക്കാനൊന്നും അങ്ങനെ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കയറ്റി വെച്ചതാണ്. ഇന്നിപ്പോൾ എന്താണേലും ഒരു മണിക്കൂർ എൻ്റെ പുറകെ നിൽക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ പുറത്തിറക്കി കേട്ടോ. വലിയ കാര്യമായ നിക്കലിങ്ങൊന്നും മുഷിഞ്ഞിട്ടില്ല, തുരുമ്പ് കയറിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല, വൺ സീനായിട്ടായിരിക്കുന്നത്. ഫ്രണ്ട് വീല് പഞ്ചറാണ്. ഇനിയിപ്പോൾ അതൊന്ന് കാറ്റടിക്കണം. ഉണ്ടോ ടാങ്കിൻ്റെയൊക്കെ അവസ്ഥ സീൻ. സീറ്റർ ഈ ഒറിജിനാലിറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറാത്ത. ഇനിയിപ്പം ഒരു കവർ തയ്ച്ചിടേണ്ടി വരും. റിമ്മൊന്നും വലിയ കുഴപ്പമില്ല. ഏകദേശം 9 മാസമായി വണ്ടി കയറ്റി വെച്ചിട്ട്. ഉണ്ടോ മൺകാടാണേലും വലിയ തുരുമ്പൊന്നും കാണുന്നില്ല. ഫ്രണ്ട് മൺകാടാണേലും റിമ്മാണേലും കണ്ടോ വലിയ തുരുമ്പൊന്നും കാണുന്നില്ല. നമ്മുടെ വണ്ടി ഹീറോ ഹോണ്ടയുടെ CDHundred SS ആട്ടോ. 1999 മോഡലാണ് വണ്ടി. ഏകദേശം 25 വർഷമാവുക വണ്ടി ഡെലിവറി ആയിട്ട്. നമ്മുടെ കയ്യിൽ വന്നിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല കേട്ടോ, 2-3 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി 1 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് സ്റ്റാർട്ടാവുമെന്ന് നോക്കണം വണ്ടി. അതിന് ശേഷം വേണം പേപ്പറൊക്കെ എടുത്ത് നോക്കണം, ഇൻഷുറൻസ് പൊല്യൂഷനൊക്കെ തീർന്നിട്ടുണ്ടോയെന്നേ. അപ്പം വണ്ടിയുടെ മറ്റ് കാഴ്ചകളും വിശേഷങ്ങളുമൊക്കെ നമുക്ക് വീഡിയോയിൽ തുടർന്ന് കാണാം കേട്ടോ. കേസ് നമ്മുടെ CDHundred SS മീറ്റർ ബോർഡാട്ടോ നിങ്ങൾ കാണുന്നത്. ഇതിനകത്തോടെ ഉറുമ്പുകൾ നടക്കുന്ന അതിദാരുണമായിട്ടുള്ള കാഴ്ചയാട്ടോ ഈ കാണുന്നത്. മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഉറുമ്പുകളെ, മുട്ടയിട്ട് വെച്ചേക്കുന്നതൊക്കെ ഈ കാണുന്നത്. എന്ത് ഗതികേടാണെന്ന് ആലോചിച്ച്. വണ്ടി നമ്മൾ ഒരു ദിവസമെങ്കിലും ഒന്ന് ഉപയോഗിച്ചില്ലെങ്കിലത്തെ പാടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി ടയറ് ഫ്രണ്ടിലത്തെ പഞ്ചറാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് എയർ അടിച്ച് നോക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം കംപ്രസർ ഇരിക്കണേ, എയർ അടിച്ച് നോക്കാം. വെറുതെ ഇരുന്ന് എയർ പോയതാണെന്ന് തോന്നണു, പഞ്ചറൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് എയർ അടിക്കാനുള്ള പരിപാടി സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഫ്രണ്ട് ടയറിന് എയർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-20 പൗണ്ട് കയറി. കുറച്ച് ലീക്കുണ്ട് എയർ, അപ്പോൾ കുറച്ച് പാടാണ് ഫുൾ അടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഓടിക്കാനുള്ളൊരു കണ്ടീഷനിലേക്ക് നമ്മൾ എയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം നമുക്ക്. വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, സംഭവം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ വണ്ടി ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഓക്കെ.
ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടി നല്ല നീറ്റായിട്ട് വണ്ടി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി കഴുകി കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ് നിങ്ങളീ കാണുന്നത്. നിക്കലിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, 25 വർഷം ഓൾഡായിട്ടുള്ള നമ്മുടെ CD100 SS ആയി കാണുന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ വീൽ റിമ്മൊക്കെ? പൊള്ളിയല്ലേ? പെയിൻ്റൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉണ്ട് പൊല്യൂഷൻ എടുക്കാൻ പോകുന്ന സെൻറ്ററിലേക്ക്. അപ്പോൾ നമുക്ക് വണ്ടി കൊണ്ട് പൊല്യൂഷൻ എടുത്തുകൊണ്ട് വരാം കേട്ടോ. ഹെൽമെറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ വിൻറ്റേജ് വണ്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു ക്രൈസായിട്ട് ഞാൻ മേടിച്ചാൽ നമുക്ക് ചേതക്ക ഒരെണ്ണം ഉണ്ടായിരുന്നു, 94 മോഡൽ. അപ്പോൾ അന്നൊരു കോംബോ ആയിട്ടിരിക്കട്ടെ എന്ന് ഓർത്ത് ഹെൽമെറ്റ് മേടിച്ചതാണ്. അപ്പോൾ നമുക്ക് പൊല്യൂഷൻ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ സെൻറ്ററിൽ വന്നു കഴിഞ്ഞപ്പം അവന്മാരുടെ എന്തോ സെൻസർ അടിച്ചു പോയി കിടക്കുവാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം വരേണ്ടി വരും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പമ്പിലൂടെ കയറിയിട്ട് 1 ലിറ്റർ പെട്രോളൊക്കെ ഒഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കൊണ്ടുവന്നിട്ട് എടുക്കാം. ഓക്കെ, ഈ ടൈപ്പ് വണ്ടികളൊക്കെ റീസ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഡെലിവറി ജോബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആകും കേട്ടോ. ഒരു 25 റേഞ്ചൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ നമുക്ക് കിട്ടും. ഏകദേശം 1 ലിറ്ററിലൊക്കെ ഒരു 60 കിലോമീറ്റർ മൈലേജൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ വണ്ടിയൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം എന്നൊക്കെ ഓർത്തുകൊണ്ടാണ് വീഡിയോ ചെയ്തത്. ഇത്തരത്തിലുള്ള വിൻറ്റേജ് ബൈക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ സ്പെയറിനൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളത്തൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ ST, ബുള്ളറ്റ്, ചേതക്ക് ഇങ്ങനെയുള്ള പഴയ വണ്ടികളിലൊക്കെ സ്പെയറുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൂത്താട്ടുകുളത്തൊരു കടയുണ്ട്. അവിടെ ഓട്ടോക്കാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും കട. അപ്പം നിങ്ങൾ അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ST, ബുള്ളറ്റ്, അതുപോലെ ചേതക്ക്, ഈ ചേതക്കിൻ്റെയൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തായിരുന്നു. അപ്പം നിങ്ങളെ ഇൻസ്റ്റയിലൊക്കെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഈ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോകൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഇത്തരത്തിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.